പ്രഭാഷകൻ 17-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിന്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്! മനുഷ്യൻ അമർത്യനല്ലാത്തതുകൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളതെന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു, എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. ഓർമ്മിക്കുക, ശാസ്ത്രലോകത്തിന് ഇന്നും അജ്ഞാതമായ അറിവുകളിലൊന്നാണ് കത്തിജ്വലിക്കുന്ന സൂര്യൻ. ISRO മേധാവികൾ സൂര്യനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നേടാൻ വേണ്ടിയുള്ള തങ്ങളുടെ പുതിയ സംരംഭമായ ആദിത്യ L1 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അറിവുകൾ നേടുന്നത് നല്ലതു തന്നെ, എന്നാൽ അത് ഭൗതിക മേഖലകളിൽ മാത്രം ഒതുങ്ങി നിർത്തുന്ന ഒന്നാകരുത്. പ്രാപഞ്ചിക ശക്തികളെക്കുറിച്ചുള്ള പഠനം പ്രപഞ്ച സൃഷ്ടാവിൽ എത്തി നിൽക്കുന്നില്ലെങ്കിൽ അത് അപൂർണമായിരിക്കും. നമുക്കറിയാവുന്ന ഒന്നാണ്, കൊളംബിയ എന്ന ബഹിരാകാശ വാഹനം വളരെ വിജയകരമായി പോയി 7 പേരുമായി തിരിച്ച് ഭൂമിയിൽ ഇറങ്ങുന്നതിന് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പൊടി പോലും അവശേഷിക്കാതെ അപൂർണതയിലേക്ക് മടങ്ങി. ഇത് നമുക്ക് വലിയൊരു പാഠം കൂടിയാണ്. മനുഷ്യശക്തികൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്ത് വലിയ വിജയം വരിച്ചു. അതിൽ എന്തോ ഒരു കുറവ്. സൂര്യനേക്കാൾ ശോഭയേറിയതെന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. ഈ ലോകത്തിലുള്ളതെല്ലാം അസ്തമിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതോടൊപ്പം ഒരിക്കലും അവസാനിക്കാത്ത നിത്യമായ ജീവിതം നമ്മെ കാത്തിരിപ്പുണ്ടെന്ന ചിന്തയും നമുക്കുണ്ടാവണം. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആത്മീയ ചിന്തകളിലൂടെയാവണം. ഈ ലോക ജീവിതത്തിന് ആവശ്യമായതെല്ലാം നേടുവാൻ തത്രപ്പെടുന്നതിനിടയിൽ നിത്യമായ ജീവിതം അവകാശമാക്കാൻ ആവശ്യമായത് ചെയ്യാൻ നാം മറക്കരുത്. സൂര്യൻ ഇരുണ്ടുപോവുകയും ചന്ദ്രൻ പ്രകാശം തരാതിരിക്കുകയും നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിബന്ധിക്കുകയും ആകാശശക്തികൾ ഇളകുകയും ചെയ്യുന്ന നാളിൽ സ്ലീവായുടെ അടയാളത്തോടും ശക്തിയോടും മഹത്വത്തോടും കൂടെ വാനമേഘങ്ങളിൽ മനുഷ്യപുത്രൻ പ്രത്യക്ഷനാകുമ്പോൾ മനോവിശ്വാസത്തോടെ അവിടുത്തെ എതിരേൽക്കാനുള്ള യോഗ്യത ജീവിതകാലത്ത് നാം നേടിയെടുക്കണം. പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ കൂദാശ ജീവിതവും അതിന്റെ ഫലമായ സൽകൃത്യസമ്പന്നമായ സ്നേഹജീവിതവും സ്വായത്തമാക്കുമ്പോൾ നിത്യജീവിതത്തിന്റെ വാതിലുകൾ നമുക്കായി തുറക്കപ്പെടും. നിത്യജീവന്റെ വാതിലുകൾ തുറന്നു കിട്ടത്തക്ക വിധം പ്രവർത്തിക്കുവാൻ വേണ്ട കൃപ എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ൊന്നുമില്ല എൻ ജീവിതത്തിൽ പുകഴാ, തിരുകൃപയല്ലാതൊന്നുമില്ല എൻ ജീവിതത്തിൽ ശരണമായി. നാഥാ, പ്രിയനാഥാ, ആ കൃപയാലെ എന്നെ നിറയ്ക്കൂ. നാഥാ, യേശുനാഥാ, തിരുകൃപയാലെ ദിനവും നടക്കൂ. അഗ്നിയിലായ നേരം നാലാമനായി നീ വന്നില്ലേ, ആഴിയിലായ നേരം നാലാം യാമത്തിൽ വന്നില്ലേ, ലാസറിൻ വേർപാടിൻ 4-ാം ദിനത്തിൽ കണ്ണുനീർ തൂകിയോനല്ലേ, ആ സാന്നിധ്യം ജയമായി തീർന്നില്ലേ. ലാസറിൻ വേർപാടിൻ 4-ാം ദിനത്തിൽ കണ്ണുനീർ തൂകിയോനല്ലേ,
തിരുകൃപയല്ലാതൊന്നുമില്ല എൻ ജീവിതത്തിൽ പുകഴാൻ. തിരുകൃപയല്ലാതൊന്നുമില്ല എൻ ജീവിതത്തിൽ ശരണമായി. നാഥാ, പ്രിയനാഥ, ആ കൃപയാലെ എന്നെ നിറയ്ക്കൂ. നാഥാ, യേശുനാഥ, തിരുകൃപയാലെ ദിനവും നടക്കൂ. അന്ധനു കാഴ്ചയങ്ങേകി ലോകത്തിൻ വെളിച്ചമായില്ലേ. സാധുവിനപ്പവും നൽകി ജീവന്റെ അപ്പമായില്ലേ. നിത്യജീവന്റെ മൊഴികൾ പകർന്ന് സകലർക്കും പ്രിയനായി തീർന്നില്ലേ. ആ സാന്നിധ്യം ജയമായി തീർത്തില്ലേ. നിത്യജീവന്റെ മൊഴികൾ പകർന്ന് സകലർക്കും പ്രിയനായി തീർന്നില്ലേ. ആ സാന്നിധ്യം ജയമായി തീർത്തില്ലേ. കൃപയല്ലാതൊന്നുമില്ല എൻ ജീവിതത്തിൽ പുകഴാൻ. തിരുകൃപയല്ലാതൊന്നുമില്ല എൻ ജീവിതത്തിൽ ശരണമായി. നാഥാ, പ്രിയനാഥ, ആ കൃപയാലെ എന്നെ നിറയ്ക്കൂ. നാഥാ, യേശുനാഥ, തിരുകൃപയാലെ ദിനവും നടക്കൂ.